ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലി ക്ലാസ് 7 2022-23 ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ്. മലയാളം അടിസ്ഥാന പാഠാവലി പോലെ തന്നെയാണ്. ഒന്നാമത്തെ പ്രവർത്തനം കമ്പൽസറി ആണ്. ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 മാത്രം ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വൺ പ്രവർത്തനം 1 വായിക്കാൻ എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിക്കുക. ചിറക്. ഒരു ചെടിയെയും നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ. വെള്ളി മേഘത്തിൽ നിന്ന് അടർന്നു വീണ തുണ്ടുപോലുള്ള ഒരു പൂമ്പാറ്റക്കുഞ്ഞ് അങ്ങോട്ട് പറന്നു വന്നു. അതിൻ്റെ നേർത്ത വെള്ളച്ചിറകുകൾ നന്നായി ചലിച്ചിരുന്നില്ല. തളർന്ന കൊച്ചു ചിറകുകളുമായി ആ പൂമ്പാറ്റക്കുഞ്ഞ് ഇടറി വായുവിലൂടെ ഒഴുകി വന്ന് ചെടിയുടെ ഏറ്റവും മുകളിലെ ഇലയിലിരുന്നു. അത് തൻ്റെ കുഞ്ഞു ചിറകുകളെ വെയിൽ കാഞ്ഞ് പതുക്കെ ചൂട് പിടിപ്പിച്ച് ഉഷാറാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു കാറ്റ് വന്നത്. അതൊരു സാധാരണ കാറ്റായിരുന്നു. പക്ഷേ ആ കുഞ്ഞു ചെടിക്കും അതിൻ്റെ തുമ്പത്തിരിക്കുന്ന പൂമ്പാറ്റക്കുഞ്ഞിനും അത് അപകടകാരിയായ ഒരു കൊടുങ്കാറ്റായി. ചെടി ആടിയുലയുവാൻ തുടങ്ങി. പൂമ്പാറ്റക്കുഞ്ഞിൻ്റെ ലോലമായ കുഞ്ഞു ചിറകുകൾ കിടുകിട വിറച്ചു. അത് പിടിവിട്ട് താഴേക്ക് വീഴുമെന്ന് തോന്നി. വെയിലേറ്റ് അതിൻ്റെ ചിറകുകൾ ശക്തി പ്രാപിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും കാറ്റടിക്കാൻ തുടങ്ങിയല്ലോ. പക്ഷേ പൂമ്പാറ്റക്കുഞ്ഞ് സർവ്വശക്തിയും സംഭരിച്ച് ചെടിത്തുമ്പത്ത് അള്ളിപ്പിടിച്ചിരുന്നു. ഏത് സമയത്തും വീണു പോകാവുന്ന ആ ഇരിപ്പിനിടയിൽ തന്നെ അത് തൻ്റെ കുഞ്ഞു ചിറകുകൾ മെല്ലെ മെല്ലെ വിടർത്തി. കാറ്റിന് കരുത്ത് വർദ്ധിച്ചു. എന്നാൽ പൂമ്പാറ്റ വിട്ടുകൊടുത്തില്ല. പതുക്കെ തൻ്റെ കുഞ്ഞു ചിറകുകൾ പൂർണ്ണമായി വിടർത്തിയെടുക്കുന്നതിൽ അത് വിജയിച്ചു. ഒരു നിമിഷം ആ പൂമ്പാറ്റ കുഞ്ഞ് തൻ്റെ ചിറകുകൾ വീശി ഉയരങ്ങളിലേക്ക് പറന്നു, ഭയമില്ലാതെ. സിനാശ. നല്ല ഒരു കഥ അല്ലേ? പൂമ്പാറ്റ കുഞ്ഞ് എന്തിനെ പോലെയായിരുന്നു? ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെള്ളി മേഘത്തുണ്ട്, മഴവിൽ തുണ്ട്, നക്ഷത്രം. ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, വെള്ളി മേഘത്തിൽ നിന്ന് അടർന്ന് വീണ തുണ്ടുപോലുള്ള പൂമ്പാറ്റക്കുഞ്ഞ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വെള്ളിമേഘത്തുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചിറക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: തണുപ്പ്, സ്വാതന്ത്ര്യം, സ്നേഹം. ഇതിൻ്റെ ആൻസർ അറിയാനായിട്ട് നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് സ്വാതന്ത്ര്യത്തോടെയാണ് അത് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ചിറക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ചെടി ആടിയുലയാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഓപ്ഷൻസ്: വെയിൽ വന്നപ്പോൾ, കാറ്റ് വീശിയപ്പോൾ, പൂമ്പാറ്റ പറന്നുയർന്നപ്പോൾ. ഇതവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പെട്ടെന്നാണ് ഒരു കാറ്റ് വന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് കാറ്റ് വീശിയപ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി. ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥമുള്ള മറ്റൊരു വാക്ക് ഈ കഥയിലുണ്ട്. ആ വാക്ക് ഏതാണ്? ഓപ്ഷൻസ്: കരുത്ത്, ഉലയൽ, ഭയം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശക്തി എന്ന് പറഞ്ഞാൽ കരുത്താണ്. അതിൻ്റെ ആൻസർ അറിയാത്തവർക്ക് കാറ്റിൻ്റെ കരുത്ത് വർദ്ധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇ. പൂമ്പാറ്റക്കുഞ്ഞ് എവിടെയാണിരുന്നത്? ചെടിത്തണ്ടിൽ, പൂവിൽ, ഇലയിൽ. ഇവിടെ പറയുന്നത് നോക്കൂ, ഒരു പൂമ്പാറ്റക്കുഞ്ഞ് ഇടറി വായുവിലൂടെ ഒഴുകി വന്ന് ചെടിയുടെ ഏറ്റവും മുകളിലുള്ള ഇലയിലിരുന്നു. എവിടെയാണിരുന്നത്? ഇലയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രവർത്തനം 2. ഡയറി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ പിറന്നാളിനെക്കുറിച്ചോ വീട്ടിലെ ഏതെങ്കിലും വിശേഷത്തെക്കുറിച്ചോ അന്നത്തെ ഡയറിയിൽ നിങ്ങൾ എഴുതുന്ന കുറിപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുക. ഒരു ഡയറി റൈറ്റിങ്ങിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ് എഴുതാം. 7th മാർച്ച് 2024 എഴുതി. പ്രിയ ഡയറി, ഇന്ന് എൻ്റെ 12ാം ജന്മദിനമായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. നാളെ എൻ്റെ ജന്മദിനത്തിൽ എന്തൊക്കെ സമ്മാനങ്ങൾ എനിക്ക് ലഭിക്കും എന്ന ആകാംക്ഷയിലായിരുന്നു ഞാൻ ഉണർന്നു. 12 ഒരു വലിയ നാഴികക്കല്ലാണ്. ഞാൻ കൗമാരത്തിലേക്ക് കടക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളിലേക്ക് മിഠായി കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്ന ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബം എനിക്ക് ഒരു പ്രത്യേക പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടാണ് ദിവസം ആരംഭിച്ചത്. ഞാൻ എൻ്റെ കേക്കുകളിലെ മെഴുകുതിരികൾ ഊതിക്കുമ്പോൾ അവർ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പാടി. അടുത്തതായി ഞാൻ എൻ്റെ സമ്മാനങ്ങൾ തുറന്നു.
ഒരു പുതിയ ഉടുപ്പും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ചില പുസ്തകങ്ങളും ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ശരിക്കും ചിന്തനീയമായ ചില സമ്മാനങ്ങൾ ലഭിച്ചു. ഉച്ച കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ ഒരു ചെറിയ ജന്മദിന പാർട്ടിക്ക് വന്നു. ഞങ്ങൾ ഗെയിമുകൾ കളിച്ചു, പാട്ട് കേട്ട്, പിസയും കേക്കും കഴിച്ചു. എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതും വളരെ നല്ല അനുഭവമായിരുന്നു. എനിക്കുണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മനോഹരമായ ജന്മദിനങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇത് ജസ്റ്റ് സാമ്പിളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് പാരഗ്രാഫുകളായിട്ട് എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ. ഓപ്ഷൻ ബി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻസ് നൈൽ ഡയറി, ഹിമവാന്റെ മുകൾ തട്ടിൽ, പിന്നെ ഹിമാലയത്തിലൂടെ. അതിൻ്റെ ആൻസർ ഇതാണ്, ഹിമവാന്റെ മുകൾ തട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രവർത്തനം 3A ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന സൂചനകളും നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളും ചേർത്ത് എസ് ഗുപ്തൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എസ് ഗുപ്തൻ നായരുടെ വിമർശകൻ, അധ്യാപകൻ, പ്രഭാഷകൻ, ജനനം, എഴുത്തച്ഛൻ പുരസ്കാരം, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, മരണം, മലയാളി ഗ്രന്ഥലോകം പത്രാധിപർ, ആത്മകഥ, പ്രധാന കൃതികൾ, ആധുനിക സാഹിത്യം. എല്ലാ ക്ലൂസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഓരോന്നും സെൻറ്റൻസുകളായിട്ട് നമുക്ക് എഴുതി നോക്കാം. എസ് ഗുപ്തൻ നായർ 1919 ഓഗസ്റ്റ് 22 തിരുവനന്തപുരത്ത് ജനിച്ചു. വിമർശകനും അധ്യാപകനും പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം. മലയാളി ഗ്രന്ഥലോകം പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു. ആധുനിക സാഹിത്യം, ക്രാന്തദർശികൾ, ഇസങ്ങൾക്കപ്പുറം തുടങ്ങിയവ എസ് ഗുപ്തൻ നായരുടെ പ്രധാന കൃതികളാണ്. മനസാസ്മരാമി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2006 ഫെബ്രുവരി 6 അദ്ദേഹം അന്തരിച്ചു. നിങ്ങൾക്കത് ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ബി. പട്ടുപോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് ഉണ്ടാവുക, നശിക്കുക, ബാക്കിയാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആൻസർ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ ആൻസർ നശിക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രവർത്തനം 4 ലഘു ഉപന്യാസം തയ്യാറാക്കുക. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് മാസം നടത്തുന്ന ഉപന്യാസ മത്സരത്തിലേക്ക് വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. നമുക്കൊരു സാമ്പിൾ ഉപന്യാസം നമുക്ക് നോക്കാം. പഠനത്തിൻ്റെ താക്കോലാണ് വായന. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണിത്. വായിക്കാനുള്ള കഴിവ് പുതിയ വസ്തുതകൾ കണ്ടെത്താൻ നമ്മെ പ്രാപ്തരാക്കുകയും ആശയങ്ങളുടെയും കഥകളുടെയും അവസരങ്ങളുടെയും ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യുന്നു. നമുക്ക് ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനും നമ്മുടെ ജീവിതത്തിലെ വിവിധ ജോലികൾ ചെയ്യാൻ ശരിയായ ദിശയിൽ ഉപയോഗിക്കാനും കഴിയും. വായനാശീലം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും നമ്മെ കൂടുതൽ ബൗദ്ധികവും വിവേകപൂർണ്ണമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഉപന്യാസം എഴുതുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ അതൊരു പാരഗ്രാഫായിട്ട് എഴുതണം, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് ഒരു എക്സ്പ്ലനേഷനും, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് ഒരു കൺക്ലൂഷനായിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി സെക്കൻഡ് പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നു. നോക്കി. പഠനത്തിൽ വായന ഒരു പ്രധാന പങ്ക് വഹിക്കുകയും പഠനത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. നന്നായി പ്രവർത്തിക്കാനും സർഗാത്മകത വളർത്താനും നമ്മുടെ തലച്ചോറിന് ഉത്തേജനം ആവശ്യമാണ്. നമ്മുടെ ചിന്ത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ചില മാർഗങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക എന്നതാണ്. മിക്ക പ്രശസ്തരായ ആളുകളും ദിവസവും വായിക്കുന്നത് അറിവ് നേട്ടത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനാലാണ്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫും കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ ഇടാണ്. ആധുനിക യുഗത്തിൻ്റെയും ഡിജിറ്റൽ യുഗത്തിൻ്റെയും ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് വായനയ്ക്കായി ഓൺലൈനിൽ ഉറവിടങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഓൺലൈൻ പുസ്തകങ്ങളും PDF രൂപത്തിലുള്ള ബുക്കുകളുടെ ലഭ്യതയും വായന വളരെ എളുപ്പമാക്കി. അതിനാൽ എല്ലാവരും ഈ വായനാശീലം വളർത്തിയെടുക്കുകയും ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ചെലവഴിക്കുകയും വേണം. ആരെങ്കിലും തുടക്കക്കാരാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലയെ അടിസ്ഥാനമാക്കി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ക്രമേണ വായനാശീലം വളർത്തിയെടുക്കുകയും അത് ആസ്വദിക്കാൻ തുടങ്ങുകയും ചെയ്യും. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി. കനകമൃഗം. ഇതിൽ കനകം എന്നതിന് പകരം എഴുതാവുന്നത് എന്താണ്? വെള്ളി, സ്വർണം, ചെമ്പ്.
ഇപ്പം കനകം മൂലം കാമിനി മൂലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം കനകം എന്ന് പറയുന്നത് എന്താണ്? സ്വർണം. ഇനി നെക്സ്റ്റ് പ്രവർത്തനം 5, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പ്രാതൽ എന്ന പാഠഭാഗത്ത് കുഞ്ഞൻ മേനോനെ പരിചയപ്പെട്ടുവല്ലോ. കുഞ്ഞൻ മേനോൻ്റെ ശാരീരിക മാനസിക പ്രത്യേകതകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ എന്തൊക്കെ അതിൽ വേണം? ശാരീരിക പ്രത്യേകതകൾ വേണം, മാനസിക പ്രത്യേകതകളും ഉറപ്പായിട്ടും വേണം. പിന്നെ നിങ്ങൾക്കറിയാം ആളുടെ ഭക്ഷണ പ്രിയത്തെ പറ്റി അതൊക്കെ എഴുതിയിട്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. VK എന്നിൻ്റെ തറവാട്ടിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഭക്ഷണപ്രിയനായ വ്യക്തിയാണ് കുഞ്ഞൻ മേനോൻ എന്ന കഥാപാത്രം. VK എന്നിൻ്റെ പല കഥകളിലും ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മുത്തശ്ശൻ്റെയും പിന്നീട് VK എന്നിൻ്റെ ഏട്ടൻ കാരണവരായപ്പോഴും അദ്ദേഹത്തിൻ്റെയും വിശ്വസ്തനായി കുഞ്ഞൻ മേനോൻ മാറി. കുഞ്ഞൻ മേനോൻ്റെ രൂപവും വിശദമായി ലേഖകൻ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. 60ഓടടുത്ത പ്രായമുള്ള കുഞ്ഞൻ മേനോൻ ദീർഘകായനും കറുത്തതടിച്ച ദേഹം, നിറയെ രോമവുമുള്ള ആളായിരുന്നു. നെറുകയിൽ ലക്ഷണമൊത്ത കുടുമ, കാതിൽ വെള്ളക്കൽ കഴുക്കൻ, നെറ്റിയിൽ ചന്ദനത്തിൻ്റെയും അതിനകത്ത് സിന്ദൂരത്തിൻ്റെയും പൊട്ട്, മൽമൽ മുണ്ടും ടെന്നീസ് കോളർ ഷർട്ടും ക്രോസ് ബെൽറ്റ് പോലെയുള്ള നേരിയതുമാണ് മേനോൻ്റെ വേഷം. മഞ്ഞുമൂടിയ ഒരു പർവ്വതം നീങ്ങുന്ന മാതിരിയാണ് മേനോൻ വരുന്ന കാഴ്ച. അച്ചടി ഭാഷയിൽ ഈണത്തോടെയാണ് മേനോൻ്റെ സംസാരം. ഭക്ഷണപ്രിയത്വം തന്നെയാണ് മേനോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ കാപ്പി കൂടി കഴിഞ്ഞെങ്കിലും ഒരിക്കൽ കൂടി പ്രാതലാവാമെന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കുന്ന അദ്ദേഹം അകത്താക്കുന്നത് 13 ഇഡ്ഡലിയും ഒരു പടല നേന്ത്രപ്പഴവും ഒരു കൂജ നിറയെ കാപ്പിയുമാണ്. മേനോൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ആ തറവാട്ടിൽ തുടങ്ങിയിരുന്നു. ഇതിൽ നിന്ന് അവർക്കെല്ലാം മേനോൻ്റെ ഭക്ഷണ രീതികൾ സുപരിചിതമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. പ്രാതൽ കഴിഞ്ഞ് കൈ കഴുകിയ ശേഷം ഊണ് അല്പം നേരത്തെ ആകാം എന്നാണ് മേനോൻ പറയുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭക്ഷണപ്രിയത്വം നമുക്ക് ഒന്നുകൂടി അടവരയിട്ട് ഉറപ്പിക്കാം. തറവാട്ടിലുള്ളവർക്കും വായനക്കാർക്കും ഒരുപോലെ ഇഷ്ടം തോന്നുന്ന രസികനായ ഒരു കഥാപാത്രമാണ് കുഞ്ഞൻ മേനോൻ. ചന്ദ്രനിൽ സൂര്യനെ പതിച്ച മാതിരി. ഇതിൽ ചന്ദ്രൻ എന്തുദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: ചന്ദനം, കുങ്കുമം, ഭസ്മം. ആൻസർ കുങ്കുമം. ഇനി പ്രവർത്തനം 6A, അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. സ്കൂൾ തുറക്കുന്നതോടെ തന്നെ മുടങ്ങാതെ കാലവർഷവും തുടങ്ങും. മിക്ക ദിവസവും സ്കൂളിലെത്തുമ്പോഴേക്കും പകുതി നനഞ്ഞിരിക്കും. 4 മണിക്ക് സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് മഴാഘോഷം കൂട്ടിപ്പെയ്യുന്നത്. 3 ജോഡി ഷർട്ടും ട്രൗസറും മാത്രമുള്ള എനിക്ക് ഉടുപ്പുണങ്ങിയിട്ടില്ലല്ലോ എന്ന ആവലാതിയായിരുന്നു. മഴക്കാലം അടുക്കുമ്പോൾ 3-ാം ദിവസം ഇടുമ്പോഴും നനവ് ബാക്കിയുണ്ടാവും. എന്നാലും കാലവർഷത്തിൻ്റെ വരവ് ഗ്രാമത്തെ പോലെ കുട്ടിയായ ഞാനും കാത്തിരുന്നു. മഴ പെയ്യലിൽ MT വാസുദേവൻ നായർ. MTയുടെ മഴ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. മഴ കാണലും മഴ കൊള്ളലും ഏറ്റവും രസകരമായ അനുഭവങ്ങളാണ്. നിങ്ങളുടെ മഴ അനുഭവം എഴുതുക. അപ്പം നിങ്ങൾക്ക് മഴ പെയ്തപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മഴ പ്രകൃതിയുടെ വരദാനമാണ്. മഴയത്ത് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നന്നായി നനയുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ സ്വന്തം നാടായ ഇടുക്കിയിൽ എൻ്റെ 5ാം ക്ലാസ് ജീവിതത്തിനിടയിലാണ് ഈ സംഭവം. പുതിയ സ്കൂളിൽ പോകുവാൻ പുത്തനുടുപ്പും കുടയും ബാഗുമായി ഞാൻ റെഡിയായി നിന്നു. പുത്തൻ കുട പുതിയ കൂട്ടിൽ തന്നെ എടുത്തു വയ്ക്കാൻ പലതവണ ഓർത്തതുമാണ്, പക്ഷേ എടുക്കാൻ മറന്നു. സ്കൂളിൽ പുതിയ കുട്ടികൾക്ക് പ്രവേശനോത്സവം ഉണ്ടായിരുന്നു. അതിഗംഭീരമായ ഒന്ന് പാടത്തിൻ്റെ കരയിലൂടെയാണ് വീട്ടിലെത്തേണ്ടത്. പ്രവേശനോത്സവത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു. ഇടവപ്പാതയിലെ മഴ നനയുക, അതും അച്ഛനും അമ്മയും ഒന്നും അറിയാതെ, അതെൻ്റെ സ്വപ്നമായിരുന്നു. പെട്ടെന്ന് കറുത്ത കാർമേഘങ്ങൾ മാനത്ത് നിറഞ്ഞു. ഇടിയും മിന്നലും എത്തി ചറപറ എന്ന് മഴ ആരംഭിച്ചു. കൂട്ടുകാർ കുട വാഗ്ദാനം ചെയ്തെങ്കിലും അത് ഞാൻ തിരസ്കരിച്ചു. ഇത്ര വരെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങളായിട്ട് ഒരു സ്റ്റോറി പോലെ എഴുതി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ B. മന്ദപ്പൻ്റെ മനസ്സിലെ സൂര്യൻ മങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വിഷമം തോന്നി, സന്തോഷിച്ചു, ആകാംക്ഷയുണ്ടായി. സൂര്യൻ മങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിഷമം തോന്നി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.